അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത പുതിയ CPR കാർഡ് ഉടൻ പുറത്തിറക്കാൻ ബഹ്റൈൻ ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി തീരുമാനിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ സവിശേഷതകളും വിപുലീകരിച്ച ഡിജിറ്റൽ ഇടപാട് ശേഷികളും ബയോമെട്രിക് വിശദാംശങ്ങളും കാർഡിൽ ഉൾപ്പെടുത്തും. ഇത് സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കാൻ സഹായിക്കും. ബഹ്റൈനിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഗണ്യമായ കുറവ് വന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 30% കുറവാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ മാസികയാണ് ഈ നേട്ടം പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ സേന നടപ്പിലാക്കിയ മുൻകരുതൽ സുരക്ഷാ പദ്ധതികളാണ് ഈ അപൂർവ നേട്ടത്തിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. ബഹ്റൈനിലെ ഹമദ് ടൗൺ ഭാഗത്തേക്കുള്ള ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ഹൈവേയിൽ വാഹനാപകടം. 39-കാരനായ ഏഷ്യൻ പൗരന് ദാരുണാന്ത്യം. ഓൺലൈൻ വഴി മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത യുവതിയെ കബളിപ്പിച്ച ഏഷ്യൻ പൗരന്മാരായ 3 പേരെ അറസ്റ്റ് ചെയ്ത് മുഹറഖ് പോലീസ്. ഓർഡർ ചെയ്ത ഫോണിന് പകരം കേടായ ഫോൺ നൽകിയാണ് യുവതിയെ പ്രതികൾ വഞ്ചനക്കിരയാക്കിയത്. സോഷ്യൽ മീഡിയയിൽ കണ്ട പരസ്യത്തെ തുടർന്നാണ് യുവതി മൊബൈൽ ഫോണിനായി ഓർഡർ നൽകിയത്. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലായ ഓട്ടം ഫെയറിന് ഇത്തവണ എത്തിയത് 2 ലക്ഷത്തിലേറെ സന്ദർശകർ. സാക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന ശരത്കാല മേളയിൽ ഈ വർഷം സന്ദർശകരുടെ എണ്ണത്തിൽ 62% വർധനവാണ് രേഖപ്പെടുത്തിയത്.